Hello, mic testing 1 2 3. Hi guys, it's me Ravi. Hi bros, how are you guys? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാണ് പറഞ്ഞാൽ റിയാക്ടിങ് ടു മീംസ് ആൻഡ് വീഡിയോസ് ഓൺ ഇൻസ്റ്റാഗ്രാം. നമുക്ക് നോക്കിയാലോ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ഇതൊരു പുതിയ സീരീസ് ആയിട്ട് നമുക്ക് തുടങ്ങാൻ വേണ്ടി എനിക്കൊരു പ്ലാൻ ഉണ്ട്. എന്താ പറഞ്ഞാൽ മീംസ് റിയാക്ട് ചെയ്യണത് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്ക് വീഡിയോക്ക് കൊടുക്കാം. ഫസ്റ്റ് മീം നോക്കാം. ഇത് എത്ര പേർക്ക് അറിയാം പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ പറയാ. എന്താ സംഭവം എന്താ അറിയോ, ഇത് വന്നിട്ട് റിച്ച് ഡാഡ് പുവർ ഡാഡ് പറഞ്ഞൊരു ബിസിനസ് ബുക്ക് ഉണ്ട്. ഓക്കെ, എങ്ങനെയാണ് റിച്ച് ആകാൻ പറഞ്ഞിട്ടൊരു സ്റ്റോറി എഴുതിയിട്ടുള്ളൊരു ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ ഓത്തർ ഇപ്പോൾ ഡെപ്റ്റാണ്, $1.2 ബില്യൺ ഡെപ്റ്റാണ്. അതായത് കടംകാരനാണ് എന്നർത്ഥം. അതായത് എങ്ങനെ പണക്കാരനാണ് എഴുതിയ ഒരാൾ ഇപ്പോൾ കടംകാരനായി. ആ ബുക്ക് വായിച്ചവരൊക്കെ അപ്പം ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഓക്കെ, ഇത് വന്നിട്ട് പാർട്ട് ഓഫ് ദ പ്രോസസ്സാണ്. നമ്മൾ പണക്കാരായതൊക്കെ സർവ്വസാധാരണമായി പോവുക, പക്ഷേ ഇതൊരു സംഭവം തന്നെയാണ്, ഭയങ്കര ന്യൂസായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതാരാന്ന് മനസ്സിലായ? ഇതാണ് മെക്കാനിക്. സാധാരണ ഒരു മെക്കാനിക്കാണ്. നമ്മൾ കുക്കർ അതൊക്കെ നേരാക്കില്ലേ, അങ്ങനത്തെ ഒരു നേരാക്കുന്ന ഒരാളാണ്. ആൾ ഇങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ടാക്കി. ആളുടെ അടുത്ത് എന്ത് നേരാക്കി കൊടുത്താലും ആൾ ഭയങ്കര എനർജിയാണ്. കുറേ ആളുടെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ഇതേ എക്സ്പ്രഷൻ ആയിരിക്കും. ഭയങ്കര എനർജി ആയിട്ട് ന്യൂ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് എത്ര പേര് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടി പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ അതുവരെ കണ്ടിട്ടില്ല ഇത്ര എനർജി. എന്താണിത്? അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ. ഈ ടെക്നിക്ക് എനിക്ക് മുമ്പേ അറിഞ്ഞിട്ട് ഞാൻ എത്രയും രക്ഷപ്പെട്ടിട്ടുണ്ടാവും. വെറുതെ ഉറങ്ങി വേസ്റ്റായി. ടീച്ചർമാരും കണ്ടുപിടിച്ച് ഇതെന്താ അല്ലേ, ചെക്കൻ പൊളി തന്നെയാണ്. അതാണ് ന്യൂ പ്രോബ്ലംസ് റിക്വയർ ന്യൂ സൊല്യൂഷൻസ്. അതിനൊക്കെ ലാസ്റ്റ് ബെഞ്ചിൽ ഉറങ്ങിയിട്ടുണ്ട്. ടീച്ചറെ കണ്ടാലും ഒന്നും പറയാറില്ല, പക്ഷെ ചില സമയത്ത് പിടിക്കും. പക്ഷെ ഇങ്ങനത്തെ ഒരു ഐഡിയ, ആൾ ഉറങ്ങിയതാണ്, സംഭവം ഉറങ്ങിയതാണ്. ഇതെന്ത് ഒറിജിനലാണ്, അതെന്ത് സംഭവം എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഒരു ടൂറിസ്റ്റ് വന്നിട്ട് ഒരു ഭാഗത്തുനിന്ന് ചിക്കൻ കഴിക്കുന്നുണ്ട്. ചിക്കൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു, പീസൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഏത് പീസാണെന്ന് ഷെഫിൻ്റെ അടുത്ത്, അതായത് കുക്കിൻ്റെ അടുത്ത് വെച്ചപ്പോൾ കുക്ക് സിമ്പിളായിട്ട് ഒരേ ഒരു മ്യൂസിക് വായിൽ കൊണ്ടിട്ടു. അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഷോക്കായി ആൾ. നമുക്ക് നോക്കാം. Oh my god, this chicken is amazing. But what, this is chicken, yeah? This chicken? ഒറ്റ ടൂണ് കേട്ടുള്ളൂ, ഒരേ ഒരു മ്യൂസിക് കേട്ടുള്ളൂ. അതിലെ ആള് ഷോക്കായി. നമ്മൾ ഷോക്കാവും. അത് വേറെ പൂച്ച ഇറച്ചി. എന്താ അത്? നമ്മളും കുറേ ഇറച്ചികൾ കഴിച്ചിട്ടുണ്ട്. ഇന്ന് പൂച്ച ഇറച്ചിയാ. മിയോ വേറെ ഗൈസ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുമാതിരി ദിസ് ഈസ് ദ റിയാലിറ്റി. ഓക്കെ, ആണ് വന്നിട്ട് ടുഡേ ഈസ് മൈ ബർത്ത്ഡേ വന്നിട്ട് കമൻറ്റ് ഒരു പോസ്റ്റ് ഇട്ടു. അതിൽ വന്നിട്ട് ലൈക്ക് വന്നിട്ട് ആകെ 2-3 ഉള്ളൂ. പക്ഷേ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു ഗേൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് ഇട്ടതിന് 46 ലൈക്കാണ്. ആ ഇട്ട പോസ്റ്റിന് 2-3 ലൈക്കേ ഉള്ളൂ. പക്ഷെ ആ കമൻറ്റ് ഇട്ട ഒരു പെണ്ണായത് കാരണം 46 ലൈക്ക്. എന്താ പറയുക, അല്ല എന്താ സംഭവം, എങ്ങടാണ്? ഞാനും ചിലപ്പോൾ ലൈക്ക് ഇടാൻ ശ്രമിക്കും, പക്ഷേ ഓക്കെ, സ്കിപ്പ് ദ ടോപ്പിക്. ഓക്കെ ഗൈസ്, പോണ്ട. ഈ വീഡിയോ എടുക്കാൻ തന്നെ ഒരു കാരണമായ ഒരു മീമാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അതിനെ റിയാക്ട് ചെയ്യാൻ മറന്നു. ഇപ്പോൾ തിരിച്ച് വന്നിട്ട് പിന്നെയും റിയാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വന്നിട്ട് ഒരാൾ വന്ന് സെർച്ച് ചെയ്തിരിക്കണം. ഓക്കെ, എന്താ സെർച്ച് ചെയ്തിരിക്കണം പറഞ്ഞാൽ, സെർച്ച് ചെയ്ത് ആണോ പെണ്ണോ അതൊന്നും അറിയില്ല, വെറുതെ ഇൻ്റർനെറ്റിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിരിക്കുകയാണ്. എ ഗായ് ഫോളോവേഴ്സ് മീ, വാട്ട് ഐ നീഡ് ടു ഡു. അതായത് ഒരാണ് വന്നിട്ട് എന്നെ ഫോളോ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരികയാണ്. പേഷ്യൻ്റ് ആയിരിക്കുക, പെപ്പർ സ്പ്രേ അടിക്കുക. ഇതെന്തത്? വെറുതെ ഒരു ആണ് ഫോളോ ചെയ്യേണ്ടത് പറഞ്ഞാൽ അത് ഇതന്നെയാണ് മീനിങ് ഇതന്നെയായിരിക്കുമോ? ഒരു ലോ പ്രൊപ്പോസലിനോ ഒന്ന് വേറെ വല്ലതിനെ ഫോളോ ചെയ്യില്ല. ഇതെന്ത് ഇട്ട ഓർമ്മ എങ്ങനെ വരുന്നത്? അതേസമയത്ത് അപ്പുറത്ത് നോക്ക്, ഒരു പെണ്ണ് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യാൻ ചോദിച്ചപ്പോൾ അതിന് റിസൾട്ട് വരികയാണ്. ബി പേഷ്യൻറ്റ്, ഇഷ്ടമല്ല പറയുക, നല്ല പൊളൈറ്റായിരിക്കുക. അതെന്തത്? അതായത് ജെൻഡർ ഡിസ്ക്രിമിനേഷനൊക്കെ പോയി കുറേ ആയിപ്പോൾ. ഓൾ ആർ ഈക്വൽ, മെയിൽ ആൻഡ് ഫീമെയിൽ ആർ ഈക്വൽ എന്നൊക്കെ പറഞ്ഞ് പോണ കാലമാണ്. പക്ഷെ ഗൂഗിളെ നീ എപ്പോഴാണ് ആകുക? ജെൻഡർ ഈക്വൽ നീ എപ്പോഴാണ് ആകുക? പണ്ടാരടങ്ങാൻ വേണ്ടി കർമ്മം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ
ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ സീരീസ് നന്നായിട്ട് പറഞ്ഞാൽ അത് കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്ത ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ. അപ്പോൾ ബൈ ഗൈസ്, ഇറ്റ്സ് മീ യുവർ എബി. ബൈ ബ്രോസ്, ലവ് യു ഗൈസ്, ഓൾവേസ് ബി ഹാപ്പി.